ഇന്ന് മുത്താറി അഥവാ റാഗി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദോശ അഥവാ നീർദോശ. മുത്താറിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് നല്ലതാണ്. കുട്ടികളെ കൊണ്ടൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കലേ. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ 1 കപ്പ് മുത്താറി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ വെക്കണം. അപ്പോൾ ഞാനിത് രാവിലേക്ക് വേണ്ടിയിട്ടാണ്, രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് രാവിലേക്ക് നമ്മുടെ മുത്താറി നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ മുത്താറിയൊക്കെ കുതിർക്കുന്നതിന് പകരം നിങ്ങൾക്ക് മുത്താറി പൊടി വെച്ചിട്ടും ചെയ്യേ. പക്ഷേ മുത്താറി പൊടി വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ മുത്താറി സോക്ക് ചെയ്തിട്ട് വെച്ച് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവയും ഒരു 1/2 കപ്പ് പച്ചരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാ അരിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല തിന്നായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റണം. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, ഒഴിക്കുമ്പോൾ വെള്ളം പോലെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളത്തിന് ഒരു കറക്റ്റ് അളവില്ല. റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വെള്ളം നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല തിന്നായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ എപ്പോഴും മിക്സിയിലേക്ക് മുത്താറി അരക്കുമ്പം കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇതും വീണ്ടും തിക്കായി വരും, കാരണം റവയല്ലേ. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ വീണ്ടും ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ അന്നേരം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഉപ്പിൻ്റെ അളവ് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ദോശ ചുട്ടെടുക്കാൻ തുടങ്ങും. അപ്പോൾ ഫ്രൈ പാനോ അല്ലെങ്കിൽ അയണ്ട തവി എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ചൂടാക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിലേക്ക് ഗീയോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക. ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എന്തായാലും നിങ്ങൾ തടവി കൊടുക്കുക. എന്നിട്ട് ആ നല്ല ചൂടിൽ തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒരു വലയായിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും. ഇതുപോലെ കുറേശ്ശായിട്ട് കുറച്ച് പൊക്കി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഗീ കുറച്ച് ഇതുപോലെ തടവി കൊടുക്കാം. ഗീയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ ആറി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. താഴ്ഭാഗമൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണേ തീ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നീർദോശ റെഡി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി നീർദോശയാണ്. ഇതിൽ മുത്താറി ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഓരോ തവണ ഒഴിക്കുമ്പോഴും നമ്മൾ ഇതൊന്നും ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ മുത്താറിയൊക്കെ താഴെ പോയി നിൽക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓരോ പ്രാവശ്യം മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മുത്താറി വെച്ചുള്ള നീർദോശ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ തേങ്ങാ ചട്നിയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങാ ചട്നിയും ഈ ഒരു നീർദോശയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.